ജീവിതത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടും ധാരണയുള്ള കുട്ടിയാ യാമിനി എന്ന് എനിക്ക് മനസ്സിലായത്. രാജീവിന് എങ്ങനെയാ ഞങ്ങളുടെ മോളെ ഇഷ്ടപ്പെട്ടോ? യാമിനിയെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയാ? നടപടികളെല്ലാം ഇന്ന് രാത്രി തന്നെ പൂർത്തിയാക്കിയിരിക്കണം. ഇനി നാളെ മറ്റു തടസ്സങ്ങളൊന്നും ഉണ്ടാവരുത്. എന്താ കാര്യം? എന്തിനാ അമ്മ എല്ലാരും വിളിച്ചു വരുത്തി? അവളിപ്പോ പറയുമല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ അറിയാലോ. പിന്നെ വിളിച്ചവരെയൊക്കെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തണം കേട്ടോ. ഒരാളെയും വിട്ടുപോകരുത്. ശരി ശരി. വിഷ്ണു, നിന്റെ പേരിലൊരു 5 സ്റ്റാർ ഹോട്ടൽ വാങ്ങാന്നല്ലേ പറഞ്ഞിരുന്നത്? നടപടികളെല്ലാം പൂർത്തിയായി. നാളെ അതിന്റെ ഉദ്ഘാടനമാണ്. അല്ല പാമേ, ഇത്ര പെട്ടെന്നൊന്നും അല്ലല്ലോ. നേരത്തെ നമ്മൾ ആലോചിച്ചല്ലേ കാര്യങ്ങള്. അല്ല, കാര്യങ്ങള് പുരോഗമിക്കുന്നുണ്ടായിരുന്നു. വിലയിൽ നേരിയൊരു തർക്കം ഉണ്ടായിരുന്നു. അതും ഇന്നിപ്പോ പരിഹരിച്ചു. 2 കോടി കൂടുതൽ കൊടുക്കേണ്ടി വരും. 2 കോടി എന്നൊക്കെ പറയുമ്പോ 2 കോടി അല്ല പ്രധാനം. എന്റെ മകൻ ഇനി ആരും വട്ടിപ്പിരിവുകാരനെന്നോ തട്ടുകടയിൽ പൊറോട്ട അടിക്കുന്നവനെന്നോ വിളിക്കരുത്. ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയാ ഇനി സത്യഭാമയുടെ മകൻ. സന്തോഷായില്ലേ നിനക്ക്? നിന്റെ മരുമകളുടെ പെട്ടി എടുക്കാനുള്ള യോഗ്യത ഉണ്ടാവോ ഇവന്? കൺഗ്രാറ്റ്സ് വിഷ്ണു. താങ്ക്സ് അളിയ. കൺഗ്രാറ്റ്സ് വിഷ്ണുട്ടാ. അച്ഛാ, പോയി അടിച്ചു പൊളിക്കടാ. ശാലിനി, നിനക്കെന്തൊരു സന്തോഷമില്ലാത്തത്? വിഷ്ണുട്ടൻ 5 സ്റ്റാർ ഹോട്ടലിന്റെ ഉടമയാവുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. വലിയ ബിസിനസ്സുകാരനൊന്നും ആയില്ലെങ്കിലും വിഷ്ണുട്ടന് ശാലിനിയുടെ പെട്ടി ചുമക്കേണ്ട അവസ്ഥയൊന്നും വരില്ലായിരുന്നു. ഒരിക്കലും. ശാലിനി ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതാവില്ല. അത് സുസ്മിതയുടെ അമ്മ പറഞ്ഞതോർത്തിട്ടാവും. ഞാനൊന്ന് അങ്ങോട്ട് നമുക്ക് പോവാം.
വിഷ്ണുവേട്ട ഞാൻ ഏ ഭാമ ഇനി ഒന്നും പറയണ്ട. നീ ഇത് നന്മയെ കരുതി ചെയ്താണെന്ന് എനിക്കറിയാം. എല്ലാ കാര്യങ്ങളും എല്ലാരെയും ബോധ്യപ്പെടുത്തി ചെയ്യാനും ആവില്ല. ചില വിശദീകരണങ്ങൾ നൽകേണ്ടത് കാലം മാത്രമാണ്. ദ്രോഹി, നിങ്ങൾ എന്തായി കാണിക്കുന്നത്? എവിടെടാ ചതിയാ എന്റെ മോള്? ജയിലിൽ പോയി തിരക്കണം നിങ്ങൾ. ജയിലിൽ പോയി തിരക്കണം അല്ലേടാ? എഴുന്നേക്കണം അങ്ങോട്ട്. നിറപറയും നിലവിളക്കും സാക്ഷിയായി നിന്നെ കൈ പിടിച്ചേൽപ്പിച്ച എന്റെ മകളെ ഞാൻ ജയിലിൽ പോയി തരണം അല്ലടാ? സരളയ്ക്ക് ഉന്നം തെറ്റിയതല്ലടാ. ഈ പിസ്റ്റലിലെ ഒരു ബുള്ളറ്റ് നിന്റെ തിരുനെറ്റിയിലേക്ക് പായ്ക്കാൻ അറിയാഞ്ഞിട്ടല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ബുള്ളറ്റല്ല, നിന്റെ തല മണ്ണ് തിന്നേനെ. സരളയുടെ യഥാർത്ഥ മുഖം നീ കണ്ടിട്ടില്ല. അതറിയണമെങ്കിൽ നിന്നെ ദത്തെടുത്ത് പോറ്റുന്ന സത്യഭാമയോട് ചോദിക്ക. സുസ്മിതയുടെ അമ്മയല്ലടാ സരള, സരളയുടെ മകളാണ് സുസ്മിത. പ്രകോപിപ്പിച്ചാൽ എന്റെ മകൾ നിന്നോട് കാണിച്ച ദയ പോലും സരള നിന്നോട് കാണിച്ചെന്ന് വരില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വേണ്ടത് എന്താണെന്ന് ഞാൻ പറയാടാ. സരള കുറച്ചു നാൾ സീനിലില്ലാതിരുന്നപ്പോ പിക്ചറിൽ നിന്ന് ഔട്ടായി പോയെന്ന് കരുതിയോ നീ? ഞാനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ സത്യഭാമയ്ക്കൊപ്പം എന്റെ മകൾ സുരക്ഷിതയാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അത് എന്റെ തെറ്റ്. ഇനി അങ്ങ് ഒരു സൈഡിൽ നിന്ന് തുടങ്ങാടാ ഞാൻ. ആ കളി കാണാൻ ഈ ഭൂമിക്ക് നീ മീതെ വേണം. അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ കൊല്ലാതെ വിടുകയാ. മുസ്തഫ, ഇതിലൊപ്പിട. എന്താ ഇത്? സുസ്മിതയും നീയുമായുള്ള മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷൻ. നിനക്കല്ല, എന്റെ മകൾക്ക് ഇനി നിന്നെ വേണ്ടടാ. വാങ്ങടാ. എന്റെ മകൾ ഒപ്പിട്ടിട്ടുണ്ട്. ഒപ്പിടറാ. ഡിവോഴ്സ് പെറ്റീഷനിലല്ല, നിന്റെ മരണപത്രത്തിലാ നീ ഇപ്പൊ ഒപ്പിട്ടതെന്ന് മനസ്സിൽ കുറിച്ചോ? സരളയുടെ മകളുമായിട്ടുള്ള ബന്ധം നീ മുറിച്ചിരിക്കുക. നിനക്കിനി എന്ത് സംഭവിച്ചാലും എനിക്കോ എന്റെ മകൾക്കോ ഉത്തരവാദിത്വം ഉണ്ടാവില്ല.
രോഹിത്തെ, സരളയായിരുന്നെങ്കിൽ മകളെ പോലെ വിഡ്ഢിത്തം കാണിക്കില്ലായിരുന്നു. നിന്റെ പ്രാണനെടുക്കാൻ പഞ്ച കൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റ് വരെ പോയി CCTV ക്യാമറയ്ക്ക് മുമ്പിൽ നിന്നു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. നിന്റെ ഈ ബൈക്ക് റോഡിലൂടെ ഓടി വരുമ്പോ ചെറിയൊരു ആക്സിഡന്റ് ഇപ്പൊ ഉണ്ടായില്ലേ? അതല്പം വലുതായാൽ മാത്രം മതി. ഇനി നിനക്കത് ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. സരള ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നാലെ ആംബുലൻസ് ഉണ്ടാകും. നേർക്ക് നേരെ വരുന്നവരെയൊക്കെ മോർച്ചറിയിൽ എത്തിക്കാൻ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഡിവോഴ്സിന്റെ കാര്യം. അത് ഉടനെ നടക്കും തോന്നുന്നില്ല. കാരണം ഒന്നാമത് ഞാൻ എൻ്റെ വൈഫായിട്ട് ഇതുവരെ ഡിവോഴ്സിൻ്റെ കാര്യം സംസാരിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ അയാളുടെ നിലപാട് എന്താണെന്നും എനിക്കറിയത്തില്ല. പിന്നെ അതുപോലെ ഈ അപ്ലൈ ചെയ്ത ഉടനെ കിട്ടുന്ന സംഗതി അല്ലല്ലോ ഈ ഡിവോഴ്സ്. ഇതിൽ 3 കാര്യങ്ങളുണ്ട് രാജീവ്. നിങ്ങൾ തമ്മിൽ ഡിവോഴ്സിന്റെ കാര്യം ഇതുവരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ 2 കൂട്ടർക്കും അതിൽ വലിയ താല്പര്യമില്ലെന്ന അർത്ഥം. മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ തമ്മിൽ ചെറിയ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് നിമിഷവും അത് പറഞ്ഞു തീർക്കാം. പിന്നെ പെറ്റീഷൻ കൊടുക്കാതെ കോടതി വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന സംഗതിയൊന്നും അല്ലല്ലോ ഡിവോഴ്സ്. മൂന്നാമത്തേതും ഏറ്റവും പരമപ്രധാനവുമായ സംഗതി, രാജീവ് ഇപ്പോഴും ആ കുട്ടിയെ സംബോധന ചെയ്തത് എന്റെ വൈഫെന്നാണ്. ഡിവോഴ്സ് കിട്ടുന്നത് വരെ അത് തന്നെയാണ് ശരിയും. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ രാജീവ് കിട്ടിയ താലി കിടക്കുമ്പോ ഞാൻ എങ്ങനെ ഒരു അമ്പലത്തിൽ വെച്ച് രാജീവിന്റെ താലിക്ക് തലകുനിച്ചു തരും? ആ താലിക്കും ബന്ധത്തിനും എന്താ വില? ഇങ്ങനെയൊരു ബന്ധത്തെക്കുറിച്ച് ആ കുട്ടി അറിയുകയെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കെന്താ ഉറപ്പ്? നാട്ടുകാര് പറയുന്നതൊക്കെ വിട്ടേക്ക്. നമ്മുടെ ബന്ധത്തിന്റെ വില എന്താ? എന്താ അതിന്റെ പേര്? നാളെ ആ കുട്ടി രാജീവിന്റെ വീട്ടിലേക്ക് അവകാശം ഉന്നയിച്ച് കയറി വന്നാൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കണ്ടേ? അതുമല്ല, രാജീവിന് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം ഇല്ലാതാവില്ലേ? ഞാൻ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്ന ആളാണ് രാജീവ്. എല്ലാ സാധ്യതകളും പരിഗണിക്കും. അയാളുടെ ഭാഗത്ത് നീ ഒരു ബന്ധത്തിനൊരു എതിർപ്പുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പിന്നെ ഡിവോഴ്സ് പെറ്റീഷൻ അയാൾ എളുപ്പം ഒപ്പിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 2 കാര്യങ്ങളും തമ്മിൽ ചേരുംപിടി ചേരുന്നില്ലല്ലോ രാജീവ്. രാജീവിന് തന്നെ എല്ലാ കാര്യത്തിലും ഒരു ആശയക്കുഴപ്പമുള്ളതുപോലെ.
അല്ല അതല്ല, സംഭവം എന്താണെന്ന് വെച്ചാൽ അയാളുടെ അമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അപേക്ഷിക്കാനായിട്ടാ വന്നത്. എന്നിട്ട് രാജീവ് എന്തു പറഞ്ഞു? പുതിയൊരു ബന്ധം ആലോചിക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഞാൻ ബോധിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എന്നിട്ട് അവർക്കും ബോധ്യപ്പെട്ടോ? അവരവരുടെ പരാതികളും പരിഭവങ്ങളും നിരത്തി. എന്നിട്ട് രാജീവിന് ബോധ്യപ്പെട്ടോ? പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ജീവിത അവസാനം വരെ തുടർന്നുകൊണ്ടിരിക്കും രാജീവ്. ഭാര്യ ഭർതൃബന്ധത്തിലാണെങ്കിൽ പ്രത്യേകിച്ചും. രാജീവിന്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷവും പഴയ ബന്ധവും അതിന്റെ തർക്കവും വെച്ചോണ്ടിരിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ഒന്നും ഇടമില്ല. മനസ്സിന്റെ ഒരു കോണിൽ ഉണങ്ങിയൊരു മുറിവ് അത്രേ ഉണ്ടാകൂ. അല്ലെങ്കിൽ ആ കുട്ടിയുടെ അമ്മയോട് ഞാൻ സംസാരിക്കാം. അല്ല, മതി മോളെ, രാജീവൻ ആലോചിച്ചൊരു തീരുമാനം എടുക്കാനുള്ള സമയം കൊടുക്കുന്നീ. ഇറ്റ്സ് ഓവർ. എനിക്ക് ഇത്രയേ സംസാരിക്കാനുണ്ടായിരുന്നുള്ളൂ. ഞാനെന്നാ ഇറങ്ങട്ടെ. മോനെ, അവള് പറഞ്ഞതിനൊന്നും യാമിന് പറഞ്ഞതൊക്കെ കാര്യമല്ലേ? അയ്യോ, അതൊന്നും വേണ്ട മോനെ, വേണ്ട. ഇറ്റ്സ് ഓക്കെ. Be cool, my dear dad. ശാരദാമ്മേ, ജസ്റ്റ് മിസ്. നമ്മുടെ പുതിയ കക്ഷി ഇപ്പതാ ഇവിടുന്ന് അങ്ങ് പോയതേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ എന്തായി മോളെ? നല്ല രീതിയിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെ പറയാം. ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാനാ ഞാൻ രാജീവിനെ വിളിച്ചു വരുത്തിയത്. ഡിവോഴ്സോ? ആ, ഡിവോഴ്സ് തന്നെ. അത് ശാരദാമ്മയുടെ മുഖം കണ്ടാ തോന്നുമല്ലോ ശാരദാമ്മയുടെ മകളുടെ ഡിവോഴ്സിന്റെ കാര്യ പറഞ്ഞതെന്ന്. ആട്ടെ, എന്തായി ശാരദാമ്മയുടെ മകളുടെ കാര്യം? അതൊന്നും ആയില്ല മോളെ. ആ, എത്രയും പെട്ടെന്ന് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറയും ശാരദാമ്മേ. രണ്ടു കൂട്ടരും ഒന്നിച്ചപേക്ഷിച്ച പെട്ടെന്ന് കാര്യം നടക്കും. എന്നാലും ഒരു ബന്ധം പിരിക്കുക എന്നൊക്കെ പറഞ്ഞ മോളെ, ചേർച്ചയില്ലാത്തവർ തമ്മിൽ എന്തിനാ ശാരദാമ്മേ പേരിനൊരു ബന്ധം? ചാവുകയില്ല, കട്ടിലൊഴുകുകയില്ല എന്ന് പറയുന്ന കിടപ്പ് രോഗികളെ പോലെ. മോളെ, രാജീവ് സാർ എന്തു പറഞ്ഞു? എന്നിട്ട് ആളാകെ ഒരു ആശയക്കുഴപ്പത്തില. ഇപ്പോഴും മനസ്സിൽ എവിടെയോ ആ പെൺകുട്ടിയോടുള്ള ഇഷ്ടം പറഞ്ഞു കിടപ്പുണ്ടോന്നൊരു സംശയം. അങ്ങനെ ഇഷ്ടത്തിന്റെ ഒരു തരി മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം തൂത്തു തുടച്ചു കളഞ്ഞ് ആളെ കംപ്ലീറ്റ് ആയിട്ട് എന്റേതാക്കി എടുക്കാനാ എന്റെ ശ്രമം. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാ ഈ ഡിവോഴ്സ്. അല്ല, ശാരദാമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഞാൻ വിജയിക്കില്ലേ? ഞാനെന്ത് പറയാനാ മോളെ? എന്നാ കേട്ടോ, ഉറപ്പായിട്ടും വിജയിക്കും. ആദ്യ പ്രണയം മാങ്ങാ തൊലി എന്നൊക്കെ ചുമ്മാ പറയുന്നതല്ലേ ശാരദാമ്മേ? രമണനും ചന്ദ്രികയൊക്കെ ഇപ്പൊ പുസ്തകത്താളിൽ മാത്രമേ ഉള്ളൂ.
ഒരാണിനൊരു പെണ്ണിനെ മറക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പെണ്ണ് മതി. അഴകും ആരോഗ്യവും അല്പം ശരീരവും ഒക്കെ ഉള്ളൊരു പെണ്ണിന്റെ നിരന്തരമായ സാമീപ്യം ഏത് വിശ്വാമിത്രന്റെയും തപസ്സിളക്കും. അങ്ങനെയല്ലേ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് താമസിക്കുമ്പോ പോലും ജോലി സ്ഥലത്തൊക്കെ പുതിയ ബന്ധങ്ങൾ പൊട്ടിമുളയ്ക്കുന്നത്. ഈ പറഞ്ഞ താലിച്ചരടിനൊക്കെ അപ്പൊ വാഴുനാരിന്റെ ബലമേ ഉണ്ടാവൂ. യാമിനി